നമസ്കാരം, എല്ലാവർക്കും ഇൻഫോ ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് നമുക്ക് തന്നെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് എടുത്ത് നോക്കിയാൽ അത് ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇതിന്റെ ലാസ്റ്റ് ഭാഗം എല്ലാവർക്കും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ലിങ്കിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ലിങ്ക് ഓർത്തിരിക്കാൻ പറ്റില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ അടുത്ത് ഒരാൾ നമ്മുടെ ചാനലിന്റെ ലിങ്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അയാൾക്ക് ഫോണിലോ കമ്പ്യൂട്ടറിലോ അത് ഷെയർ ചെയ്ത് കൊടുക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ ആ സമയത്ത് ഒരു ഫോണോ കമ്പ്യൂട്ടറോ ഇല്ലെങ്കിൽ നമുക്ക് ഈ ലിങ്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതൊരു മോശം കാര്യമാണ്. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി യൂട്യൂബ് നമുക്ക് നൽകുന്ന ഒരു ഫീച്ചറാണ് കസ്റ്റം ലിങ്ക് അല്ലെങ്കിൽ കസ്റ്റം URL സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ഈ ലിങ്ക് നിങ്ങൾ നോക്കുക. ഈ ലിങ്ക് എന്ന് പറയുന്നത് ഇതിന്റെ ലാസ്റ്റ് ഭാഗം, അതായത് മൂവി ടൈം വിത്ത് അഫ്സൽ എന്നുള്ളത് എൻ്റെ ഒരു സിനിമാ സംബന്ധമായ ചാനലിന്റെ പേരാണ്. അപ്പൊ ഇവിടെ ഈ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമ്മുടെ ചാനലിന്റെ പേരോ നമ്മുടെ പേരോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. വേറൊരാൾ ആ പേര് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ പേര് കിട്ടും. അപ്പൊ ഇവിടെ youtube.com/c അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഈ ലിങ്കിന്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഈ ലിങ്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്, ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഇത് കേൾക്കുന്നവർക്കും ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് നിന്റെ ചാനലിന്റെ ലിങ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോണൊന്നും ഇല്ലെങ്കിലും എനിക്ക് പറഞ്ഞു കൊടുക്കാം youtube.com/c/movie time with afsal എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളത്. എന്നാൽ മറ്റേ ലിങ്ക് ആകുമ്പോൾ അത് കുറേ നമ്പേഴ്സും ക്യാരക്ടേഴ്സും ഒക്കെയാണ്. അത് ഓർത്ത് വെക്കൽ അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പൊ ഇനി നമുക്ക് ഈ കസ്റ്റം ലിങ്ക് എങ്ങനെ എനേബിൾ ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ കസ്റ്റം ലിങ്ക് പുതിയൊരു യൂട്യൂബർക്ക് എനേബിൾ ആയിരിക്കില്ല. അതായത് ഈ ഓപ്ഷൻ എനേബിൾ ആവണമെങ്കിൽ നമുക്ക് മിനിമം 100 സബ്സ്ക്രൈബർ ആയിട്ടുണ്ടാവണം. അപ്പോൾ ഒരു പുതിയ ചാനൽ തുടങ്ങുമ്പോൾ അപ്പം തന്നെ ഈ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. 100 സബ്സ്ക്രൈബർ ആയി കഴിയുമ്പോൾ ഈ ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും. അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ചാനൽ 100 സബ്സ്ക്രൈബർ ഇല്ലാത്തൊരു ചാനലാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിനകത്ത് ചാനൽ സ്റ്റാറ്റസ് ആൻഡ് ഫീച്ചേഴ്സ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം കസ്റ്റം URL എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇവിടെ ഇപ്പോൾ എഴുതിയിട്ടുണ്ട് യു ആർ ഇനെലിജിബിൾ ഫോർ കസ്റ്റം URL, സീ ദ എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്. അപ്പം ഞാൻ ഇനെലിജിബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ് നമുക്ക് നോക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്ന്. ഒന്ന് നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ തന്നെ 100 സബ്സ്ക്രൈബർ ഉണ്ടാവണം. അത് കൂടാണ്ട് ചാനൽ 30 ദിവസം പഴയതായിരിക്കണം. ചാനലിന് നമ്മൾ ലോഗോയും വാൾപേപ്പറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ റിക്വയർമെൻറ്റ്. അപ്പോൾ ഏകദേശം ഒരു 100 സബ്സ്ക്രൈബർ ആവാൻ നമുക്ക് 1 മാസമൊക്കെ വേണ്ടി വരും ജെന്യൂനായിട്ട് പോവുകയാണെങ്കിൽ. പിന്നെ അതുപോലെ പ്രൊഫൈലിന് ഐക്കണും ലോഗോയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മളിപ്പോൾ ഇനെലിജിബിൾ ആണെന്ന് കണ്ടു. നമ്മൾ ഈ ക്രൈറ്റീരിയ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ യു ആർ എലിജിബിൾ എന്നും പറഞ്ഞ് എഴുതി വരും. നമുക്കൊരു ലിങ്ക് വരും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പേരൊക്കെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് കാണിക്കും. ഈ പേര് ഓൾറെഡി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും, നിങ്ങൾക്കത് കിട്ടില്ല എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അങ്ങനെ നമുക്ക് കറക്റ്റ് കിട്ടുന്നൊരു പേരിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ലിങ്ക് നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ വേറൊരു ചാനൽ കാണിച്ചു തരാം. എനിക്ക് 100 സബ്സ്ക്രൈബറിൽ മേലെയുള്ളൊരു ചാനൽ. ആ ചാനലിൻ്റെ നമ്മൾ സെറ്റിങ്സിൽ പോയി അവിടുന്ന് ചാനൽ സ്റ്റാറ്റസ് എടുത്തു. അപ്പം ഇവിടെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കസ്റ്റം URL. അതല്ലെങ്കിൽ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരായിരുന്നു. ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. യു ഹാവ് ഓൾറെഡി ക്ലെയിംഡ് URL മൂവി ടൈം വിത്ത് അഫ്സൽ. അപ്പോൾ നമുക്കിത് എലിജിബിൾ ആകുമ്പോൾ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എലിജിബിൾ ആണെന്നും പറഞ്ഞ് ബട്ടൺ വരും. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അത് ആ ബട്ടൺ വെച്ച് നമ്മൾ അകത്ത് കയറിയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ലിങ്ക് കാണിക്കും. അപ്പോൾ ഇത്രയുള്ള കാര്യം നമ്മളാകെ ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുക. 100 സബ്സ്ക്രൈബർ, 1 മാസം പഴയ ചാനൽ, പിന്നെ ലോഗോയും ഐക്കണൊക്കെ നമ്മൾ എന്തായാലും ഇട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റം URL സെറ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് എൻ്റെ ചാനലിലൂടെ എടുക്കണമെങ്കിൽ ഞാൻ കാണിച്ചത് ഇപ്പോൾ ഈ മൂവി ടൈം വിത്ത് അഫ്സൽ ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടാണെങ്കിൽ youtube.com/c/movie time with അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചാനലിലോട്ട് പോകും. കണ്ടോ? അപ്പോൾ ഇത്രയുള്ള കാര്യം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ URL, അതായത് നമുക്ക് വായിക്കാനും കാണാപ്പടം പഠിക്കാനും ബുദ്ധിമുട്ടുള്ള ക്യാരക്ടേഴ്സും നമ്പേഴ്സുള്ള ലിങ്കും വാലിഡ് ആയിരിക്കും. അപ്പോൾ ആ ലിങ്കും വർക്ക് ചെയ്യും, നമ്മൾ ക്രിയേറ്റ് ചെയ്യണ കസ്റ്റം URLും വർക്ക് ചെയ്യും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ കസ്റ്റം ലിങ്ക് എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും അതെങ്ങനെ എനേബിൾ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് പറയാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനൽ റെക്കമെൻഡ് ചെയ്യണം. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതും പറയണം. അത് നമ്മുടെ വീഡിയോസിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും. അതുപോലെ നമ്മൾ ഈ ചാനലിൽ യൂട്യൂബിന്റെ ടിപ്സ് മാത്രമല്ല പറയാം, ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതായത് യൂട്യൂബിന്റെ ടിപ്സ്, ഫ്രീലാൻസ് ജോബുകൾ, പല കമ്പനികളെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ്, ജോലി സാധ്യതകൾ, ചെറിയ ചെറിയ അറിവുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിൽ ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.